ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിലുള്ള കരൂപ്പടന്ന പാലം കഴിഞ്ഞ് ഒറിജിനൽ പുഴമീൻ വിൽക്കുന്ന ശിവൻചേട്ടൻ്റെ കടയാണിത്. കരൂപ്പടന്ന പാലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയുടെ താഴെയാണ് ഈ പുഴയുള്ളത്. ആ പുഴയുടെ മേലാണ് ഇവർ കട വെച്ചിരിക്കുന്നത്. ആ വല ഇടയ്ക്കിടയ്ക്ക് നന്നാക്കണം അല്ലേ? എല്ലാ ദിവസവും ഇതിന്റെ കുഞ്ഞു ഓട്ടകളൊക്കെ വീഴും. ആ ഓട്ടൊക്കെ അടയ്ക്കണം, അല്ലെങ്കിൽ മീൻ പോകും. ഇതിപ്പോ ഏത് പുഴയിലാണ് ഇത് പിരിക്കുക? ഇവിടെ കരുപ്പെടുന്നത് തന്നെ. എങ്ങനെ വഞ്ചിയിൽ പോവോ? ആ, അവിടെ വഞ്ചി ഉണ്ട് അല്ലേ? വയല നന്നാക്കിക്കൊണ്ടിരിക്കെ തന്നെ മീനിന്റെ ആവശ്യക്കാരവിടെ എത്തി. കൂരിയ മിശീലാവല്ലേ? ഒറ്റയ്ക്കാ പോവാ? കുത്തിക്കൊണ്ട് തന്നെ വീശും. കരൂപ്പടന്ന പാലത്തിന്റെ അടുത്തുള്ള മീൻ കടയിൽ ഞാനിങ്ങനെ മീൻ വാങ്ങിക്കാൻ വന്നതാണ്. ഇതിന്റെ പേരാണ് കാളാഞ്ചി. ഈ മീൻ 1 കിലോ 650 രൂപയാണ് പറയണത്. അപ്പൊ അത് നന്നാക്കി മേടിക്കുക. മക്കളോ, കുട്ടികൾ, ഫാമിലി 3 മക്കള്. അതില് മൂത്ത ആള് വിവാഹം കഴിഞ്ഞ് കുട്ടിയായി, ഇളയ മോള് വിവാഹം കഴിഞ്ഞ് കുട്ടിയായി, 2ാമത്തെ ആൾ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. പോരും. അതിപ്പോ ഇവിടെ എത്ര നാളായി നിങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ട്? മീൻ ഒരു 5 വർഷമായി. 5 വർഷമായി അല്ലേ? ഇത് തന്നെ പരിപാടി? ഞാൻ പാരമ്പര്യമായിട്ട് മത്സ്യബന്ധനം. മത്സ്യബന്ധനം. അപ്പൻ അപ്പൻ കെട്ടി വെച്ച് വീശല്. വഞ്ചിയിൽ പോയി വീശും. വഞ്ചിയിൽ പോയി വീശും പുഴയില്. അങ്ങനെയാണ് ഞങ്ങള് ഇപ്പോഴത്തെ തലമുറ, കഴിഞ്ഞ തലമുറ എല്ലാവരും അങ്ങനെയാണ് അല്ലേ? ഇതിപ്പോ ഈ കടയിൽ നിന്ന് ഇങ്ങനെ നല്ല വരുമാനം ഉണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പത്തിരി കുറവാണ്. എല്ലാ ബിസിനസും കേരളത്തില് കുറഞ്ഞല്ലേ? പിന്നെ എന്റെ തന്നെ അല്ല, അത് നമ്മളെയും ബാധിച്ചത്. ഇപ്പൊന്ന് വെച്ചാല് ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന മീൻ അല്ലാണ്ട് വേറെ എങ്ങും പോയി എടുക്കൂല. അതിലിപ്പോ ഞാൻ വീശാൻ പോണു. കാരണം ഈ വെറുതെ ഇരുന്നപ്പോഴേ വയ്യാണ്ടായി. അപ്പൊ വീശാൻ പോകുന്ന വെച്ചാൽ കുത്തലും വീശലും ഒറ്റയ്ക്ക് തന്നെ മനസ്സിലായോ? അപ്പൊ അത് എന്റെ മീൻ നന്നാക്കുന്നതിൽ വേറൊരു മീനിന്റെ ആള് വന്നു. അപ്പൊ അത് വേഗം നന്നാക്കി കൊടുക്കുക. ശീലാവുന്ന ഈ മീനിന്റെ പേര്. ഇത് മുള്ള് ഇല്ലാതെ ചെത്തിയെടുക്കുന്നതാണ് അദ്ദേഹം. കണ്ടോ? ഇതാവുമ്പോ മുള്ളുണ്ടാവില്ല ഇതില്. നന്നായി. അതെ. അപ്പൊ കരിമീന്റെ അവസാനം മിനുക്കുപണി കഴിഞ്ഞു. എന്റെ സഞ്ചിയിൽ തേപ്പ എന്റെ കിറ്റിലിട്ട് ഫിനിഷാക്കി. ഓക്കെ.